പല മരിയസ്ഥാനത്തിലെ വലിയ കലാകാരന്മാർക്ക് ഗാനമേള അവതരിപ്പിക്കുവാൻ അവസരം നൽകിയതിന് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട വികാരി ഫാദർ മാത്യു അറക്കപ്പുറങ്ങൾ, പാരീഷ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവർക്കും തിരുനാളിലെ ആശംസകളും നന്ദി അർപ്പിച്ചുകൊണ്ട് മരിയസ്ഥാനത്തിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഇവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും തിരക്ക് പിടിച്ചോടുകയാണ്. ഈ തിരക്കിൽ നമ്മൾ കാണാതെ പോകുന്ന കാഴ്ചകളുണ്ട്, ചില ബന്ധങ്ങളുണ്ട്, ചില മനുഷ്യരുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാതെ തനിച്ചായി പോകുന്നവർ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയവരെ കാണാൻ നിയോഗം ലഭിച്ചവരുണ്ട് ഈ ലോകത്ത്. അങ്ങനെ ഒരാൾ ഈ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ഭവനത്തോട് ചേർത്ത് തലചാറ്റാൻ ഇവർക്കായി ഒരു ഇടമൊരുക്കി. ശ്രീ കെ ജി മർക്കോസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ മർക്കോസ് ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്, ദാസേട്ടൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഇസ്രായേലിന് നാഥനായി വാഴും ഏക ദൈവം എന്ന് തുടങ്ങുന്ന മർക്കോസ് ചേട്ടൻ്റെ ക്രൈസ്തവ ഭക്തിഗാനം പ്രസിദ്ധമാണ്. ഈ അടുത്ത കാലത്ത് ഹിറ്റായ ഒരു സിനിമയാണ് പ്രേമലു. ഈ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ തെലുങ്കാന ബമ്പലു എന്ന പാട്ട് നമ്മളെല്ലാവരും ഏറ്റെടുത്ത് ഹിറ്റായി പാടിയത് കൂടിയാണ്. മർക്കോസ് ചേട്ടനെ കുറിച്ച് ഒരു ചെറിയ പ്രസന്റേഷൻ. എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. നാഥനായി വാഴുമേക ദൈവം, സത്യദൈവമാർഗമാണ് ദൈവം. മർക്കോസ് ചേട്ടനെ ആദരിക്കുന്നതിന് നമ്മുടെ പ്രമുഖരായ ക്ഷണിക്കുകയാണ്. ഈ ഗാനമേളയും മെഗാഷോയും ഉദ്ഘാടനം ചെയ്ത് ഏതാനും പാട്ടുകൾ പാടുന്നതിന് വേണ്ടിയാണ്, നമുക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മർക്കോസ് സാറ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇസ്രായേലിൻ നാഥൻ എന്ന ആ ഹിറ്റ് പാട്ട് സാർ ആലപിച്ചിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. ഈ അവസരത്തിൽ സാറിന് അതിനുള്ള ഒരു ബഹുമാന സൂചകമായിട്ട്, ഒരു ആദരവായിട്ട് ഒരു ഫലകം നമ്മൾ നൽകുന്നുണ്ട്. ഇസ്രായേലിന് നാഥനായ വാഴും എന്ന ദൈവം എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മർക്കോസ് ചേട്ടൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാം. ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട അഭിവന്ദ്യ വൈദികരെ, നാട്ടുകാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം പാലായിലെ പ്രശസ്തമായിട്ടുള്ള മരിയ സദനത്തിലെ കലാകാരന്മാർക്കൊപ്പം ഒരു സംഗീത വിരുന്നൊരുക്കുവാനായിട്ട്, പ്രത്യേകിച്ചും അവരുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ ആരംഭിച്ചിട്ടുള്ള ഒരു ഗാനമേള ട്രൂപ്പിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഇന്നത്തെ ഈ വർഷത്തെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് എന്നെ പ്രിയപ്പെട്ട അജീഷ് എന്ന വ്യക്തി വിളിക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ മരിയ സദനത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഈ ഗാനമേള ട്രൂപ്പ് ഞാൻ മനസ്സിലാക്കിയത് 2002 ശ്രീ ജഗതി ശ്രീകുമാറാണ് ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത്രയും വർഷം, ഏതാണ്ട് 20-22 വർഷത്തിനിപ്പുറം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിന് ഇടവരുത്തിയ മാത്യു അറക്കപ്പറമ്പിൽ അച്ഛനോടും, അതേപോലെ ഈ മരിയ സദനം നടത്തിക്കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട ശ്രീ സന്തോഷ്, പ്രിയപ്പെട്ട പ്രീസ് അച്ഛൻ, അതുപോലെ ഈ ഓരോ കലാകാരന്മാരും, കാരണം അവരുടെ ആ ഒരു ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ
കഴിഞ്ഞ 20-22 വർഷം ഈ പ്രസ്ഥാനം ഇങ്ങനെ നിലനിന്നത്. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ്. മരിയ സദന്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യദൈവമാകമാണു ദൈവം, മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനിടുന്നു ദൈവം. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി ഉയരാൻ തൊഴുകാനഴകിയ പൂമാനമേ ഒരു രാഗമേഘം താ. ശ്യാമാംബരം നീളെ മണിമൊഴിയിനുള്ളിൽ കൊടിയുണരും നേരം നിങ്ങൾ കരമാനോടുമ്പോൾ കണ്ടു കണ്ടാൻ മനമറിയും ചന്ദ്രകാന്ത കല്ല്, കണ്ടു കണ്ടാൻ മനമറിയും ചന്ദ്രകാന്ത കല്ല്. നാസർ ഖാൻ കൊച്ചിൻ, ഓസ്കാർ, കലാഭവൻ തുടങ്ങിയ കേരളത്തിലുടനീളമുള്ള പ്രഗത്ഭമായ സമിതികളെല്ലാം പാടിയിട്ടുള്ളതാണ്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ദേ മാവേലി മുഹമ്മദ് എന്ന കാസറ്റ്, ഇദ്ദേഹമാണ് അതിൻ്റെ പിന്നണി പ്രവർത്തകൻ. നമ്മുടെ മുമ്പിൽ വരികയാണ്. അടിപൊളി ഒരു തമിഴ് ഗാനമാണ്. അവൾ പാടും മുഖക്കൊഴിഞ്ഞു ആറ്റിനാടും ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാം എന്ന പൂ എന്തൊന്ന് കൊണ്ടും തുടങ്ങുന്ന വരികളും സംഗീതവും ആലാപനവും ചേർന്ന് ഗാനം ഒഴുകിക്കുമ്പോൾ ശിലകൾക്ക് വരെ ജീവൻ വെച്ചേക്കാം. അവ താളത്തിനൊത്ത് ചുവട് വെച്ചേക്കാം. തല
തൊട്ടു തൊട്ട് കിളികുറുകവേ കുളിരുകവേ കഥ പറയവേ മനുഷ്യരുടെ കലാകാരന്റെ ഒരു ഗാനരംഗവുമായി ഹാസ്യ ചക്രവർത്തി ജഗദീഷ് ശ്രീകുമാർ ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ പച്ചാളം ഭാസിയായി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ദ യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒടിയൻ മാണിക്കനായി ഇതാ വേദിയിൽ. നമ്മുടെ സ്വന്തം മണിയൻ പിള്ള രാജു. ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം എന്റെ ഭാര്യ ഒന്ന് കാണണം എന്നാ കേട്ടോ. മേരി മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ മറ്റേ എനിക്ക് സൗകര്യമുള്ള പേര് വെച്ചൂടെ? എന്താ കൊള്ളൂലേ പേര്? തമിഴ് സൂപ്പർ താരം വിജയകാന്ത്. உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி. മൻസൂർ അലി ഖാൻ. ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ചെറുവിളാകത്തു വീട്ടിൽ മാനുവേൽ എമിലി ദമ്പതികളുടെ മകനായി പിറന്ന മാനുവേൽ സത്യനേശൻ നാടാർ. ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ. ഈ നാട്ടിലെ താരം പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട്, കലാകാരികൾ ഇവിടെ എല്ലാവരും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ നല്ല നല്ല കലാകാരന്മാരും ഉണ്ട്, കലാകാരികളുമുണ്ട്. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യാം. വെടിക്കെട്ട് സമ്മാനമുണ്ട്. ചോദിക്കട്ടെ, മുട്ടയിടുന്നതും പ്രസവിക്കുന്നതുമായുള്ള ജീവി ഏതാണ്? തങ്കമ്മ ടീച്ചർ. സത്യമായിട്ടും തങ്കമ്മ ടീച്ചർ. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് മുട്ട ഇട്ട് തരും, പുള്ളിക്കാരി പ്രസവിക്കുകയും ചെയ്യും. പുള്ളിക്കാരിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്തായാലും പുള്ളി ഉത്തരം പറഞ്ഞു. തങ്കമ്മ ടീച്ചർ അല്ലേ? തങ്കമ്മ ടീച്ചർ സ്കൂളിൽ പഠിച്ചോണ്ട് മുട്ട ഇട്ടു. കയറോ? നല്ല കഴി കൊടുത്തു ദിനേശൻ ചേട്ടന്. എന്തൊക്കെയാ അറിയാം. എന്റെ പൊന്നു മോനെ ഭയങ്കര വിഷമം കൊണ്ടാണ് കള്ളു കുടിക്കുന്നത്. എന്നെ വിഷമം? ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എന്റെ പെമ്പറനോത്തി വിശ്വസിക്കത്തില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കുവോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വിശ്വസിക്കാം. പക്ഷെ ചേട്ടൻ കള്ളുകൂടി നിർത്തണം. ഞാൻ കള്ളുകൂടി നിർത്താൻ നീ വിശ്വസിച്ചാൽ മതി. എന്നാ പറ. ഈ ടൈറ്റാനിക് കപ്പൽ എങ്ങനെയുണ്ട്? ടൈറ്റാനിക് കപ്പൽ എന്ന് പറഞ്ഞ വലിയ പടമുണ്ടായ കപ്പല്. ഇതേവരെ ലോകത്തിൽ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്തൊരു കപ്പല്. അതൊരു മഞ്ഞുമല ചെന്ന് ഇടിച്ച് കുഴിയിലോട്ട് പോയി, കടലിന്റെ കുഴിയിലോട്ട് പോയി. ഇതേവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരും ജീവിച്ചിരിപ്പില്ല. എന്റെ പൊന്നു സുഹൃത്തെ, ഈ ടൈറ്റാനിക്കിൽ കപ്പലുണ്ടല്ലോ, മുങ്ങിയതല്ല. പിന്നെ ഞാനും എന്റെ അളിയനോട് കൂടി മുക്കിയത. ഇത് നമ്മൾ വിശ്വസിക്കണം. സത്യം. ഇതെന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞ അവള് വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കുവോ? നിങ്ങൾ വിശ്വസിക്കുവോ?
അതല്ല ചേട്ടാ, വേറെ എന്തെങ്കിലും കലാപരമായിട്ട് കഴിവോ കാര്യങ്ങൾ വേറെ കിട്ടിയില്ല, ഒരു മാജിക് കാണിക്കും. മാജിക് കാണിക്കും. ആ പ്രിയമുള്ളവരെ, നമ്മൾക്ക് വേണ്ടി നമ്മുടെ ദിനേശൻ ചേട്ടൻ ഒരു മാജിക് ഇവിടെ കാണിക്കുന്നതാണ്. എന്തുവാ മാജിക്? മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു ഗിഫ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? ആ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ എടുത്തില്ല. ഗിഫ്റ്റ് ഞാൻ എങ്ങനെ നീ 1 2 3 ഇപ്പം ഇതിനകത്ത് കൈ ഇട്ട ഉടനെ ഗിഫ്റ്റ് നിന്റെ കിട്ടുവാണ്. കിട്ടുവാ? അപ്പൊ റെഡിയല്ലേ? റെഡിയാ. ഓക്കെ ആണോ? കണ്ണടച്ചെടുപ്പേ. കണ്ണടച്ചിരിക്കണേ. 1 2 3 പറ. 1 2 3. ഓക്കെ ആണോ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലേ? ഇതിനകത്തൊന്നുമില്ലല്ലോ. പൂമരത്തിനകത്ത് ഞാനുണ്ടോ? ഇല്ല. പിന്നെ മണിച്ചിത്രത്താഴിനകത്ത് ഞാനുണ്ടോ? ഇല്ല. ഇനി ഇറങ്ങാനിരുന്ന സിനിമയിൽ ഞാനുണ്ടോ? ഇല്ല. പിന്നെ ഇതിനകത്ത് എന്തുവാണ് കാണുവാടാ? പള്ളിക്കെട്ട് സ്വാമി മലയ്ക്ക് കല്ലും മുള്ളും കാലുകുലത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ദിവ്യവിവേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് അയ്യപ്പ കൂടി என்ன சுத்தி ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா பாய பொத்தி ஆடுங்கடா என்ன சுத்தி ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா பாய பொத்தி. ജഗദീഷ് ശ്രീകുമാറിന്റെ പഴയകാല വോയിസ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹോമന് അനാർക്കലി ഹോർമയുടെ കൂടുകൂടാരങ്ങളിൽ ചകിട്ടപ്പകിട്ട കളിയിൽ അമ്പാരമാടി പഞ്ചപാണ്ഡവർ നെഞ്ചകത്തെ ചഞ്ചലിപ്പിച്ച പഞ്ചരട്ടത്തിന്റെ തൊഴി. പഞ്ചവർണ്ണദത്ത എന്ന ചിത്രത്തിലെ ജയറാമിയേട്ടൻ. അതീ ഈ വർഗീസേ, നീ ഇവിടെ നിൽക്കുവാണോ? നിന്റെ വീട്ടില് ഏതാണ്ട് ചായ സൽക്കാരം നടക്കുന്നുണ്ടല്ലോ. അടുത്തായിട്ട് നമ്മുടെ ലാലു സ്റ്റൈൽ. കുറെ നാളായി ഞാൻ പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ഓപ്പൺ ആയിട്ട് പറയാം. ഏതായാലും ഇവിടെ വന്ന് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ അധികം സന്തോഷം. ഒരു ഈശോ പാട്ടും കൂടെ ഞാൻ കേൾച്ചു. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുണ്ട്, എല്ലാരും വരണേ. ഈ ഞാൻ ചെയ്യാൻ പോകുന്ന വെടിക്കെട്ടില്ലാത്ത ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് എലിവാണോ. ഈ സാധനം പല കളറിൽ വരുന്നത്. ഞാൻ ചെയ്യുന്ന വെടിക്കെട്ട് പറഞ്ഞാൽ 2-3 രാഷ്ട്രീയക്കാരാണ് ഈ എലിവാണം വിടുന്നതെങ്കിൽ അവരുടെ ശബ്ദവുമായിട്ട് സാമ്യം കണ്ടു. ഇതൊരു തമാശയ്ക്ക് വേണ്ടി മാത്രമാണ്. കാണുക, ചിരിക്കാൻ, മറക്കുക. ഇത് ഉമ്മൻചാണ്ടി സാറാണ് ഈ എലിവാണം വിടുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദവുമായിട്ട് ഈ എലിവാണത്തിന് ഒരുപാട് സാമ്യം കാണും. അത് സത്യത്തില് അച്യുതാനന്ദ സാറ് കാണും. അച്യുതൻ സാർ എലിവാണം പ്രായമൊക്കെ ആയി. എന്നിരുന്നാലും അദ്ദേഹം ഒരു പ്രായം വളരെ ശ്രദ്ധിച്ചിരുന്നാലും മാത്രമേ അദ്ദേഹത്തിന്റെ എലിവാണം കേൾക്കാൻ പറ്റത്തുള്ളൂ. ോ